ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഏതൊരു വ്യക്തിയും നമ്മളെ ചേസ് ചെയ്യുന്ന 3 കണ്ടീഷൻസ് ഉണ്ട്. അതായത് 3 ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ വ്യക്തികളും നമ്മളെ ചേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവർക്ക് നാച്ചുറലി നമ്മളോടുള്ള ഒരു അട്രാക്ഷൻ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴാണ് ഒരു വ്യക്തിയുടെ അറ്റൻഷൻ നമ്മൾ ആഗ്രഹിക്കുന്നത്? എസ്പെഷ്യലി നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ അറ്റൻഷൻ ആയിരിക്കുമല്ലോ ആഗ്രഹിക്കുന്നത്. എല്ലാ വ്യക്തികളുടെയും അറ്റൻഷൻ ആയിരിക്കില്ല. പകരം നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ അറ്റൻഷൻ കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന ഈ 3 ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളും പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ കൂടുതലായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഗൈഡൻസ് ആവശ്യമുണ്ട്, നിർദ്ദേശങ്ങൾ ആവശ്യമുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ 3 ക്വാളിറ്റീസ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആണ്, നമ്മളുടെ ഗ്രോത്ത് കാണുന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്ക് നമ്മളെ ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ ഒരു നാച്ചുറലി അവർ നമുക്കൊരു അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഈ ഗ്രോത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അത്ര അധികം ഒരു ആക്ഷൻ എടുക്കാത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പാഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടായിരിക്കാം. പക്ഷേ അതിൽ നിങ്ങൾ ഒരുപാട് ആക്ഷൻ എടുക്കുകയും അതിൻ്റെ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കും, അത് വിസിബിൾ ആയിരിക്കും. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അത് വിസിബിൾ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ള ആളുകൾ നിങ്ങളെ ചേസ് ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ബിക്കോസ് ഇതെങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇതെങ്ങനെ നേടിയെടുത്തു, ഹൗ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവരുടെ മനസ്സിൽ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്, വരുമെന്നുള്ളതാണ്. സോ ഒന്നാമത്തെ ഒരു സിറ്റുവേഷന് ഏതൊരു വ്യക്തിയും നിങ്ങളെ ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അറ്റൻഷൻ നൽകുന്നത് ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രോത്ത് കാണുന്ന സമയത്താണ്. ഇനി ചില ആളുകൾക്ക് ഒന്ന് ഗ്രോ ആകണം, ലൈഫിൽ ഒരുപാട് ഡ്രീംസ് ഉണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, പക്ഷെ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം, ഇങ്ങനെ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നതിനെ കുറിച്ച് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രീം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് ഉണ്ട്, അതായത് ഗൈഡൻസ് ആണ്. സോ ഈ ഗൈഡൻസ് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ട് ഡ്രീംസും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്, സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആ ഗൈഡൻസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം. സോ ഒന്നാമതായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ ചേസ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ ആണ്, നിങ്ങൾ കൂടുതലായിട്ട് മെന്റലി ആൻഡ് ഫിസിക്കലി കൂടുതൽ ബ്യൂട്ടിഫുൾ ആയി മാറുന്ന സമയത്ത്, അല്ലെങ്കിൽ കൂടുതൽ ഹാൻസം ആയി മാറുന്ന സമയത്തും ഇവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ഇറ്റ് പോസിബിൾ, അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു, എന്താണ് ഇതിന്റെ സീക്രട്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ എത്രത്തോളം മാറി, അല്ലെങ്കിൽ എത്രത്തോളം ബോൾഡായി, അല്ലെങ്കിൽ എത്രത്തോളമാണ് നിങ്ങളിൽ ഒരു ചേഞ്ച് വന്നത്, അതെങ്ങനെയാണ് ചേഞ്ച് വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ ഉണ്ടാകുന്ന സമയത്തും നിങ്ങളെ ചേസ് ചെയ്യുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. സോ മെന്റലി ഫിറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട്, ഫിസിക്കലി ഫിറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. സോ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. ഇപ്പൊ ഫിസിക്കലി ഫിറ്റ് ആവുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് എക്സസൈസ് ഉണ്ട്, അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. മെന്റലി ഫിറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാം, കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാം. അതുപോലെ പോസിറ്റീവ് വിഷ്വലൈസേഷൻസ് പ്രാക്ടീസ് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ചിലപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിയുന്നുണ്ടായിരിക്കാം, ഇതുപോലുള്ള ഒരുപാട് ടെക്നിക്കുകളെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടുള്ള ഒരു മോചനം, അല്ലെങ്കിൽ അതിൽ നിന്നായിരിക്കും ആദ്യം നിങ്ങൾക്കൊന്ന് റിക്കവർ ആകേണ്ടി വരുന്നത്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അതായത് തോട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്, ഓവർ തിങ്ക്ഡ് ആവുകയാണ്, അല്ലെങ്കിൽ ഒരു വെറുതെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് വറീഡ് ആവുകയാണ്, ചിലപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു തോന്നല് അല്ലെങ്കിൽ ഫിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. സോ ഇത്തരത്തിൽ തോട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തോട്ട് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു പ്രോബ്ലം ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ആ ഗൈഡൻസ് താല്പര്യമുള്ള ആളുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. മെന്റലി ആൻഡ് ഫിസിക്കലി നിങ്ങൾ എന്ത് ചെയ്യുക, ബ്യൂട്ടിഫുൾ ആയി മാറുക, ഹാൻസം ആയി മാറുക, ഫിറ്റ് ആയി മാറുക. ഇനി മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ആണ്,
നിങ്ങളുടെ ലൈഫിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. അതായത് നമ്മളിൽ തന്നെ ഹാപ്പിയാണ്. മറ്റൊരാളുടെ സഹായമില്ലാതെ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ പ്രസൻസ് ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ മറ്റു പല കാര്യങ്ങൾ ഉള്ളത് കൊണ്ടോ അല്ല നമ്മൾ ഹാപ്പി ആവുന്നത്. വിത്തിൻ മൈ സെൽഫ്, അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ എന്ത് ചെയ്യാണ്, ഹാപ്പിനെസ് കണ്ടെത്തുവാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു റീസണോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് ചാലഞ്ചസ് കാര്യങ്ങളൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ പുറമേക്ക് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ അങ്ങനെയാണ് സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൗ ഇറ്റ് പോസിബിൾ, ഈ വ്യക്തി ഇത്രയധികം പോസിറ്റീവ് ആണോ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ചാലഞ്ചസ് നേരിട്ടിട്ടും ചിലപ്പോൾ ചില കേസുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് പ്രോബ്ലം കൊണ്ട് സഫർ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലൈഫിൽ മറ്റ് പല രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ നിങ്ങളിൽ ഹാപ്പിയാണ്. മറ്റ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതെല്ലാം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേക ഒരു സംഭവം എൻ്റെ ലൈഫിൽ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ അതുണ്ടെങ്കിലേ എനിക്ക് ഹാപ്പി ആകും, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ മാറി നിങ്ങൾക്ക് സ്വയം ഒരു ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കി മാറ്റുന്ന മറ്റൊരു കാര്യം. ബിക്കോസ് ഏതൊരു വ്യക്തിയുടെ മനസ്സിലും അപ്പോൾ ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും അവരെ അത്രയധികം അലട്ടിയിട്ടില്ല തോന്നുന്നു. കാരണം അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാണപ്പെടുന്നത്. എല്ലാ ആളുകളോടും നന്നായിട്ട് ചിരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അത്ര ഒരു ഇഷ്യൂ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നേ ഇല്ല. അല്ലാതെ ഫേക്ക് ആയിട്ട് ഞാൻ ഹാപ്പിയാണ് എന്നുള്ളത് അവിടെ ഫേക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം വരുന്നില്ല. നേരത്തെ പറഞ്ഞ 2 സ്റ്റെപ്പ് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ 3ാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് കുറെ കൂടി ഈസി ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ ഈസി ആയിരിക്കും. അതിനു വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള റൊട്ടീൻസ് ഒക്കെ ഫോളോ ചെയ്യുക, ഡ്രീം കാണുക, അതുപോലെ തന്നെ ഗോൾസ് സെറ്റ് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. സോ ഈ 3 ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയുടെ മനസ്സിലും നിങ്ങളെക്കുറിച്ച് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. നിങ്ങളിലേക്ക് ഒരു അറ്റൻഷൻ ഗ്രാജുവലി നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ അറ്റൻഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഗൈഡൻസിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ അടങ്ങിയിട്ടുള്ള ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ടെക്നിക്കുകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട്, ഗൈഡൻസിന് വേണ്ടിയിട്ടൊക്കെ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. സോ നിങ്ങളുടെ ഡ്രീം റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.